സലിം രാജിന്റെ തട്ടിപ്പുകൾ മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം മുൻനിർത്തിയെന്ന് CBI. മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരി എന്ന നിലയിൽ സർക്കാർ അതിഥി മന്ദിരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു സലിം രാജിന്റെ ഇടപാടുകളെന്ന് കടകംപള്ളി കേസിൽ CBI സമർപ്പിച്ച കസ്റ്റഡി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പരാതിക്കാരെ സർക്കാർ ഗസ്റ്റ് ഹൌസുകളിലേക്ക് വിളിച്ചു വരുത്തി സലിം രാജ് ഭീഷണിപ്പെടുത്തി. വ്യാജ പ്രമാണങ്ങളിലൂടെ 23 ഏക്കർ ഭൂമി വിൽപ്പന നടത്തിയതായും CBIയുടെ അപേക്ഷയിലുണ്ട്. കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പീപ്പിൾ TV പുറത്തുവിട്ട വാർത്ത അടിവരയിടുന്നതാണ് കേസിൽ CBIയുടെ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നവ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മുൻനിർത്തിയാണ് സലീം രാജ് തട്ടിപ്പ് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരി എന്ന സ്വാധീനം ഉപയോഗിച്ചാണ് കേസിലെ മറ്റു പ്രതികളെ സലീം രാജ് തട്ടിപ്പിന് പ്രേരിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ് എന്ന് കാണിക്കാനായി പരാതിക്കാരെ സർക്കാർ ഗസ്റ്റ് ഹൌസുകളിലേക്ക് സലീം രാജ് വിളിച്ചു വരുത്തി. വഴങ്ങാത്ത പരാതിക്കാരെ സലീം രാജ് ഭീഷണിപ്പെടുത്തിയതായും CBIയുടെ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. 2005 ജൂൺ 29 മുതൽ 2013 ഫെബ്രുവരി 8 വരെയായി കേസിലെ 3 മുതൽ 10 വരെയുള്ള പ്രതികൾ 23 ഏക്കർ സ്ഥലം വ്യാജ പ്രമാണത്തിലൂടെ വിൽപ്പന നടത്തി. തിരിമറി നടത്തിയ സ്ഥലം അബ്ദുൾ റഹ്മാൻ കുഞ്ഞ് എന്നയാളുടെ പേരിലേക്കാണ് മാറ്റിയത്. 1978 മരിച്ച വ്യക്തിയാണ് അബ്ദുൾ റഹ്മാൻ കുഞ്ഞ്. CBIയുടെ അന്വേഷണത്തിലാണ് ഇത് വ്യക്തമായത്. കേസിലെ പ്രതിയായ വില്ലേജ് ഓഫീസറുടെ സഹായത്തോടെയാണ് വ്യാജ തണ്ടപ്പേർ നിർമ്മിച്ചത്. ഭൂമി തട്ടിപ്പിന്റെ കേസന്വേഷണവുമായോ ഫോറൻസിക് പരിശോധനയുമായോ സലീം രാജ് സഹകരിക്കാൻ തയ്യാറായില്ലെന്നും CBI റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന, കബളിപ്പിക്കൽ, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ എന്നീ വകുപ്പുകളാണ് CBI സലീം രാജിന് മുകളിൽ ചുമത്തിയിട്ടുള്ളതെന്നും CBIയുടെ കസ്റ്റഡി അപേക്ഷയിൽ എടുത്തു പറയുന്നു. S. ഷീജ, തിരുവനന്തപുരം. കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ മുൻ റവന്യൂ കമ്മീഷണർ TO സൂരജിനെ CBI ചോദ്യം ചെയ്തു. കൊച്ചിയിലെ CBI ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. അതേസമയം കേസിൽ അറസ്റ്റിലായ റവന്യൂ ഉദ്യോഗസ്ഥർ കുറ്റം സമ്മതിച്ചതായി CBI കോടതിയെ അറിയിച്ചു. രാവിലെ 10 മണിയോടെയാണ് TO സൂരജിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബറിൽ TO സൂരജിനെ CBI ചോദ്യം ചെയ്തിരുന്നു. അന്ന് നൽകിയ മൊഴി സൂരജ് ആവർത്തിച്ചതായാണ് സൂചന. എറണാകുളം മുൻ ജില്ലാ കളക്ടറായിരുന്ന ഷേഖ് പരീദിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾക്കായി ശുപാർശ ചെയ്തതെന്നും ചട്ടപ്രകാരം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ എന്ന് കുറിപ്പെഴുതിയിരുന്നതായും സൂരജ് നേരത്തെ മൊഴി നൽകിയിരുന്നു. തന്റെ നിർദ്ദേശങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കാമെന്നും സൂരജ് ആവർത്തിച്ചു. ഇതോടൊപ്പം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നതർക്ക് ബന്ധമുള്ളതായും സൂരജിന്റെ മൊഴിയിൽ നിന്ന് CBIക്ക് വിവരങ്ങൾ ലഭിച്ചതായും സൂചനയുണ്ട്. 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ വൈകിട്ട് 5 മണിയോടെയാണ് അവസാനിച്ചത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകളിൽ കൃത്രിമം നടന്നതിന് CBIക്ക് തെളിവുകൾ ലഭിച്ചു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ റവന്യൂ ജീവനക്കാർ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യവേ കുറ്റം സമ്മതിച്ചതായി CBI എറണാകുളം CJM കോടതിയെ അറിയിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്നും CBI കോടതിയെ അറിയിച്ചു. 3 പ്രതികളെയും ഈ മാസം 17 വരെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. KM ഉമേഷ്, കൊച്ചി. ഭൂമി തട്ടിപ്പ് കേസിൽ ആരെയും സംരക്ഷിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ലെന്നും സലിം രാജിനെതിരെയുള്ള അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ നടക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സോളാർ കേസിൽ തെളിവില്ലാത്തതുകൊണ്ടാണ് പിണറായി വിജയൻ കക്ഷി ചേരാത്തതെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ പറഞ്ഞു. ബാർകോഴ കേസിൽ വിജിലൻസ് കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷം തുടർ നടപടിയെന്ന് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ്. കേസ് അട്ടിമറിച്ചാൽ ഹൈക്കോടതിയെ സമീപിക്കും. ആവശ്യമെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടുമെന്നും ബിജു രമേശ് പീപ്പിൾ TVയോട് പറഞ്ഞു. ഇന്നലെയായിരുന്നു വിജിലൻസ് ലീഗൽ അഡ്വൈസർ CC അഗസ്റ്റിൻ വിജിലൻസിന് നിയമോപദേശം നൽകിയത്. മന്ത്രി KM മാണി പണം വാങ്ങിയതിനും ബാർ ഉടമകൾ പണം കൈമാറിയതിനും വ്യക്തമായ തെളിവില്ല. അതിനാൽ KM മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചാൽ നിലനിൽക്കില്ലെന്നും നിയമോപദേശത്തിൽ പറയുന്നു. നിയമോപദേശം ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറുടെ പരിഗണനയിലാണ്. ഇനി വിജിലൻസ് ഡയറക്ടർ വിൽസൺ എപ്പോൾ തീരുമാനമെടുക്കും. അദ്ദേഹത്തിന്റെ തീരുമാനം നിർണായകവുമാകും. തീരുമാനമെടുക്കുന്നതിന് മുൻപ് വിജിലൻസ് ഡയറക്ടർ വീണ്ടും നിയമോപദേശം തേടുമെന്നാണ് അറിയുന്നത്. അതിനിടെ വിജിലൻസ് ലീഗൽ അഡ്വൈസറുടെ നിയമോപദേശത്തിനെതിരെ ബിജു രമേശ് രംഗത്തെത്തി. കേസ് അട്ടിമറിച്ചാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ബിജു രമേശ് പീപ്പിൾ TVയോട് പറഞ്ഞു. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കുകയാണെങ്കിൽ അത് ജനങ്ങളോട് കാണിക്കുന്ന ഒരു നീതി നിഷേധമായിട്ടാണ്. ജനങ്ങളെ മൊത്തത്തിൽ ഈ രണ്ടായിട്ട് കീറുന്ന ഒരവസ്ഥ പോലെ ആയിപ്പോവും കേസ് അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ. ഇത് പോവുകയാണെങ്കിൽ ഈ കേസ് അട്ടിമറിച്ച് കേസ് വിജിലൻസിനെ കൊണ്ട് ഇപ്പോൾ തന്നെ അന്വേഷണം തന്നെ എനിക്ക് പൂർണ്ണമായി തൃപ്തികരമല്ല. എങ്കിൽ പോലും മാണി സാറിനെതിരെ കേസ് ഫ്രെയിം ചാർജ് ചെയ്യാതെ വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും CBIക്ക്
ഹൈക്കോടതിയെ സമീപിക്കും. CBIയോ മറ്റ് ഏജൻസിയോ കൊണ്ട് ഈ കേസ് അന്വേഷിക്കാനുള്ള തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 300-ൽ പരം സാക്ഷികളുടെ മൊഴിയെടുത്താണ് വിജിലൻസ് SP അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. പണം കൈമാറാൻ പോയ വാഹനത്തിലെ ഡ്രൈവർ അമ്പിളിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. നുണപരിശോധനയിൽ അമ്പിളി പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞിരുന്നു. എന്നാൽ ഇത് കോടതി തെളിവായി സ്വീകരിക്കില്ലെന്ന് നിയമോപദേശത്തിൽ പറയുന്നു. അതേസമയം ബിജു രമേശ് കൈമാറിയ ബാർ ഓണേഴ്സ് അസോസിയേഷൻ യോഗത്തിന്റെ ശബ്ദരേഖയടങ്ങിയ CD-യെക്കുറിച്ച് നിയമോപദേശത്തിൽ ഒന്നും പറയുന്നില്ല. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം. മലാല യൂസഫ്സായെ കൊല്ലാൻ ശ്രമിച്ച 10 തീവ്രവാദികളിൽ 8 പേരെ വെറുതെ വിട്ടു. 2 മാസം നീണ്ടുനിന്ന രഹസ്യ വിചാരണയ്ക്കൊടുവിലാണ് പാകിസ്ഥാൻ കോടതിയുടെ ഈ അമ്പരപ്പിക്കുന്ന വിധി. മലാല യൂസഫ്സായിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 10 താലിബാൻ ഭീകരരിൽ 8 പേരെയാണ് പാക് കോടതി വെറുതെ വിട്ടത്. ഈ വർഷം ഏപ്രിലാണ് മലാലയെ ആക്രമിച്ച കേസിൽ 10 താലിബാൻ ഭീകരരെ പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ കോടതി 25 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. 2 മാസങ്ങൾ നീണ്ട രഹസ്യ വിചാരണയ്ക്കൊടുവിലാണ് പാകിസ്ഥാന്റെ പ്രതിഷേധാത്മകമായി ഈ നീക്കം. വേണ്ടത്ര തെളിവുകളില്ലാത്തതിനാലാണ് 8 പേരെ വെറുതെ വിട്ടതെന്ന് ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ മുനീർ അഹമ്മദ് വ്യക്തമാക്കി. ഇതോടെ 10 പ്രതികളെ 25 വർഷത്തേക്ക് ശിക്ഷിച്ചുവെന്ന പാകിസ്ഥാന്റെ വാദം പൊളിയുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് 10 താലിബാൻ ഭീകരരെ മലാല യൂസഫ്സായിയെ വെടിവെച്ച കേസിൽ പാകിസ്ഥാൻ സൈന്യം അറസ്റ്റ് ചെയ്തത്. 8 പേരെയും വെറുതെ വിട്ടതോടെ 2 പേർ മാത്രമാണ് ഇനി ശിക്ഷിക്കപ്പെടുക. 2012 ഒക്ടോബറിലാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി ശബ്ദിച്ചതിന്റെ പേരിൽ അന്ന് 14 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മലാല യൂസഫ്സായിയെ താലിബാൻ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സ്കൂൾ ബസ്സിൽ സഞ്ചരിക്കവേ ബസ് തടഞ്ഞു നിർത്തി വെടിവെക്കുകയായിരുന്നു. തലയിൽ വെടിയുണ്ട തളച്ചുകയറി ജീവനോട് മല്ലിട്ട മലാലയെ ബർമിംഗ്ഹാമിലെ ക്യൂൻ എലിസബത്ത് ആശുപത്രിയിലാണ് ചികിത്സിച്ചത്. ന്യൂസ് ഡെസ്ക്. മാഗി നൂഡിൽസ് രാജ്യവ്യാപകമായി നിരോധിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. മാഗി നൂഡിൽസ് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. മാഗി ഇന്ത്യയുടെ 9 ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിക്കാനും നിർദ്ദേശമുണ്ട്. മാഗിയുടെ പരസ്യത്തിൽ അഭിനയിച്ചതിന് അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യും. മാഗി നൂഡിൽസിന്റെ 9 ഉൽപ്പന്നങ്ങളും അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നെസ്ലയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നതിനുള്ള നിബന്ധനകൾ മാഗി പാലിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഭക്ഷ്യസുരക്ഷയിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞു. മാഗി നൂഡിൽസ് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ വിൽക്കുന്ന മാഗി നൂഡിൽസ് സുരക്ഷിതമാണെന്ന നെസ്ലെ സിഒയുടെ വിശദീകരണം വന്നതിന് തൊട്ടുപിന്നാലെയാണ് മാഗി പിൻവലിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയത്. മാഗിയിൽ അജിനാമോട്ടോ ചേർക്കുന്നില്ലെന്നും സുരക്ഷിതമാണെന്ന് തെളിയിച്ച് ഇന്ത്യൻ വിപണിയിലേക്ക് തിരിച്ചുവരുമെന്നുമാണ് നെസ്ലെ CEO പോൾ ബൾക്ക വിശദീകരിച്ചത്. അനുവദനീയമായതിലും കൂടുതൽ അളവിൽ അജിനോമോട്ടോ, EM തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങൾ മാഗിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മായം കലർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി കേന്ദ്രം കൂടുതൽ പരിശോധനകൾ നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രചരണം 2ാം ഘട്ടത്തിലേക്ക് കടന്നതോടെ അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമായി. ഇടതുമുന്നണി മേഖലാ കൺവെൻഷനുകളിലേക്ക് കടന്നു. UDF നിയോജക മണ്ഡലം കൺവെൻഷൻ ശനിയാഴ്ച AK ആന്റണി ഉദ്ഘാടനം ചെയ്യും. ഇതിനിടെ 3ാം ദിവസവും നാമനിർദ്ദേശ പത്രികകളൊന്നും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രചരണം താഴെത്തട്ടിൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി 11 മേഖലാ കൺവെൻഷനുകളാണ് LDF സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യ ദിനം 5 കൺവെൻഷനുകൾ പൂർത്തിയായി. ശനി, ഞായർ ദിവസങ്ങളിലായി 6 മേഖലാ കൺവെൻഷനുകൾ കൂടി നടക്കും. MV ഗോവിന്ദൻ മാസ്റ്റർ, C ദിവാകരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, KJ തോമസ്, നീലലോഹിതദാസൻ നാടാർ തുടങ്ങി പ്രമുഖ നേതാക്കൾ കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം കൺവെൻഷൻ ശനിയാഴ്ച നടക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാർ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങി പ്രമുഖർ കൺവെൻഷനിൽ പങ്കെടുക്കും. രാവിലെ 10-ന് ആര്യനാട് VK ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ. ഇതിനിടെ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആര്യനാട് പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി M വിജയകുമാറിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നതിന് യുവജന സ്ക്വാഡുകൾ രംഗത്തിറക്കാൻ DYFI തീരുമാനിച്ചു. ആര്യനാട് ചേർന്ന DYFI കൺവെൻഷൻ ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനിടെ 3ാം ദിനവും നാമനിർദ്ദേശ പത്രികകളൊന്നും സമർപ്പിക്കപ്പെട്ടില്ല. ഇടത് സ്ഥാനാർത്ഥി M വിജയകുമാർ ഈ മാസം 8-നും UDF സ്ഥാനാർത്ഥി ശബരിനാഥ് 10-നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. ലോകായുക്തയ്ക്കെതിരെ LDFന്റെ പരാതി. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF അനുകൂല പരാമർശം ഓപ്പൺ കോർട്ടിൽ നടത്തിയതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് LDF പരാതി നൽകിയത്. പാറ്റൂർ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴാണ് ലോകായുക്ത ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. പാറ്റൂരിൽ അനധികൃതമായി സർക്കാർ ഭൂമി കൈയടക്കി കെട്ടിയുയർത്തിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ
അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി ശബരിനാഥ് ഒഴികെയുള്ള സ്ഥാനാർത്ഥികൾക്ക് 2-3 ഫ്ളാറ്റുകൾ ഉണ്ടെന്ന വാർത്തകൾ പുറത്തുവരുന്നുവെന്നാണ് ലോകായുക്തയുടെ കമന്റ്. അനവസരത്തിലുള്ള ലോകായുക്തയുടെ വിവാദ പരാമർശം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടി LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായി CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാവരാലും വെറുക്കപ്പെട്ട UDF ഭരണത്തെ രക്ഷിക്കാൻ ലോകായുക്ത തൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം എടുത്തുപയോഗിക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ലോകായുക്തയുടെ ഈ നടപടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിച്ചതും. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ ഉൾപ്പെടെ 30ഓളം പേരാണ് പ്രതിപട്ടികയിലുള്ളത്. എന്നാൽ മുഖ്യമന്ത്രിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇതുവരെ നോട്ടീസ് അയക്കാൻ ലോകായുക്ത കൂട്ടാക്കിയിട്ടില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്ക് ഭൂമി തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ അമിക്കസ് ക്യൂറി RK പ്രദീപ് കുമാറിന് നിർദ്ദേശം നൽകുന്ന വേളയിലായിരുന്നു ലോകായുക്തയുടെ വിവാദ പരാമർശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കടൽക്ഷോഭത്തെ തുടർന്ന് 7 വീടുകൾ കൂടി തകർന്ന അമ്പലപ്പുഴ മണ്ഡലത്തിലെ തീരദേശവാസികൾ ഹൈവേ ഉപരോധിച്ചു. കഴിഞ്ഞ 4 മാസമായി സർക്കാർ നൽകിയ വാഗ്ദാനം പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നിരവധി പരാതികൾ നൽകിയെങ്കിലും കടൽഭിത്തി നിർമ്മിക്കാൻ സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല. ഒടുവിൽ ജില്ലാ കളക്ടറുടെ ക്യാബിനിൽ വരെ G. സുധാകരൻ MLAയുടെ നേതൃത്വത്തിൽ സമരം നടത്തേണ്ടി വന്നു. ഈ സമരത്തിന്റെ ഭാഗമായി നൽകിയ വാഗ്ദാനം പോലും സർക്കാർ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പുറക്കാട് പഞ്ചായത്തിലെ തീരദേശവാസികൾ ഹൈവേ ഉപരോധിച്ചത്. നിങ്ങൾ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നവരാണല്ലോ പോലീസിന് ഇതേപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഉറപ്പ് കിട്ടേണ്ടത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഉറപ്പാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. കുറച്ച് നാളുകൊണ്ട് ഞങ്ങളായിട്ട് നിങ്ങളെ പുലി കളിപ്പിച്ചു. ഇനി അങ്ങനെ വേണ്ട. ആ വല വീടുകല്ലോ ചാന്ത വീടുകല്ലോ. അതിന് സാർ എന്ത് പറഞ്ഞാലും ഞാൻ വീടുകല്ലോ. 1.5 മണിക്കൂർ നേരം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഒടുവിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. നാളെ 11 മണിക്കുള്ളിൽ കല്ല് വന്നില്ല എങ്കിൽ വീണ്ടും ഈ തീരപ്രദേശത്തുള്ള മുഴുവൻ തീരദേശവാസികളും കുട്ടികളും കുഞ്ഞുങ്ങളുമായി ദേശീയപാത ഉപരോധിച്ചു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് കടവ് റിസോർട്ടിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച ജീവനക്കാർ മാതൃകയായി. നാളത്തെ തലമുറയ്ക്കായി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്നും പ്രകൃതിക്കായി മാറ്റിവെക്കേണ്ടത് ഒരു ദിവസമല്ല ഓരോ നിമിഷവും ആണെന്നും കടവ് റിസോർട്ട് ജനറൽ മാനേജർ വിക്രം ദലൂദിയ പറഞ്ഞു. ചാലിയാർ പുഴയോരത്ത് നിറഞ്ഞ പച്ചപ്പിന് നടുവിലാണ് കടവ് റിസോർട്ട്. ജ്യോതി ലബോറട്ടറീസ് ജന്മനാടായ തൃശൂരിൽ 27 വിദ്യാലയങ്ങളിലായി നിർമ്മിച്ച ശുചിമുറികളുടെ താക്കോൽദാനം മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ താക്കോൽ ഏറ്റുവാങ്ങി. 1 കോടി രൂപ ചെലവിൽ 32 ബ്ലോക്കുകളിലായി 207 ശുചിമുറികളാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചത്. ജ്യോതി ലബോറട്ടറീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MP രാമചന്ദ്രൻ പ്രോജക്ട് അവതരണം നടത്തി. ജ്യോതി ലബോറട്ടറീസ് ജോയിന്റ് MD ഉല്ലാസ് കമ്മത്ത്, ജില്ലാ കളക്ടർ MS ജയ, മണലൂർ MLA PA മാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ ഇൻ അസോസിയേഷൻ വിത്ത് V-Guard വയേഴ്സ്, ട്രിപ്പിൾ ലയർഡ് വയേഴ്സ് ഫോർ 3-time പ്രൊട്ടക്ഷൻ. സലിം രാജിന്റെ കേസിൽ ഉമ്മൻചാണ്ടി വൈകാതെ ജയിലിൽ പോകുമെന്ന് PC ജോർജ്. ഉമ്മൻചാണ്ടി മറ്റ് മുന്നണികളിൽ നിന്നും ആളെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്നും PC ജോർജ് പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാസർഗോഡ് ജില്ലയിൽ 9 പഞ്ചായത്തുകൾക്ക് ആംബുലൻസുകൾ നൽകി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൗജന്യമായി ആംബുലൻസ് സേവനം ലഭിക്കുമെന്ന് നോഡൽ ഓഫീസർ ഡോക്ടർ അഷീൽ പറഞ്ഞു. ആരോപണ വിധേയനായ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KL ഡിൻഗ്രയെ പുറത്താക്കി. മെയ് 11 ഡിൻഗ്രയ്ക്കെതിരെ MP രാജേഷ് MP ലോക്സഭയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറും രജിസ്ട്രാറും സർക്കാരിൽ കള്ളസത്യവാങ്മൂലം നൽകിയെന്ന ധനകാര്യ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സ്വന്തക്കാരെയടക്കം തിരികെ കയറ്റി സർക്കാർ കണക്ക് നൽകാതെ 249 അനധികൃത നിയമനങ്ങൾ നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു.